എല്ലാ പ്രിയപ്പെട്ടവർക്കും പി എസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ സംഭവിച്ചിട്ടുള്ള ഒരു അപകടവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. വൈദ്യുതി ലൈനിന്റെ അടുത്തേക്ക് നമ്മൾ ഇരുമ്പ് തോട്ടിയുമായി പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഞാൻ ആ വീഡിയോ എടുക്കാൻ കാരണം, ഞാൻ വീഡിയോ ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പാണ് തിരുവനന്തപുരം ഭാഗത്ത് ഒരു സ്ത്രീ വൈദ്യുതി ലൈനിൽ തോട്ടി തട്ടി മരണപ്പെട്ടത്. നിരന്തരം ഇതുപോലെയുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രേരണയായത്. ആ വീഡിയോ ചെയ്തതിന്റെ പിറ്റേ ദിവസമാണ് മിഥുൻ എന്ന് പറയുന്ന, കൊല്ലത്ത് മിഥുൻ എന്ന് പറയുന്ന ഒരു കുട്ടി വൈദ്യുതി ആഘാതമേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം, ആ ഒരു സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു. അതായത് അതിങ്ങനെയാണ്: വൈദ്യുതി അപകടം, ഒരു വർഷത്തിനിടെ പൊലിഞ്ഞത് 241 ജീവൻ എന്നാണ്. ഒരു വർഷത്തിനിടെ, അതായത് 2024 ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഉള്ള ഒരു കണക്കാണിത്. 241 ജീവൻ പൊലിഞ്ഞു വന്നതിൽ 222 മനുഷ്യരാണ്, ബാക്കി മൃഗങ്ങളാണ്. അപ്പൊ 222 മനുഷ്യരിൽ 22 ആളുകള് മരണപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ ഇരുമ്പ് തോട്ടി, അതുപോലെ തന്നെ ഇരുമ്പ് കോണി, ഇതൊക്കെ വൈദ്യുതി ലൈനിന്റെ അടുത്തേക്ക് കൊണ്ടുപോയതിന്റെ കാരണത്താലാണ് 22 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ഇതേപോലെ ഒരു കണക്ക് കൂടി വന്നപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ, അതിന്റെ ഒരു കണക്ക് നിങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ള നിലക്കാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വളരെ നിസ്സാരമാക്കി തള്ളിക്കളയേണ്ട ഒരു കേസല്ല. ഒരു വർഷത്തിൽ 22 ആളുകൾ ഈ രീതിയിൽ മരണപ്പെടുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മളുടെ ഒരു ശ്രദ്ധ വളരെ അത്യാവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഒരു ശ്രദ്ധ വളരെ അത്യാവശ്യമായിട്ടുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലൈനിൽ നിന്ന് ഒരുപാട് ദൂരത്താണെന്നുള്ള ഒരു ധാരണയാണ് നമുക്കുണ്ടാവുക. ലൈന് ഒരുപാട് മുകളിലൂടെ പോകുന്നത്, നമ്മൾ താഴെയാണുള്ളത്. നമ്മുടെ ചിന്ത അത്രയും ദൂരത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ്. പക്ഷെ ഒരു തോട്ടി നമ്മൾ ലൈനിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ തന്നെയാണ് ആ ലൈനിന്റെ അടുത്തോട്ട് ചെന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ തോട്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തോട്ടിയുടെ ഏറ്റവും താഴത്തിലാണ് നമ്മൾ പിടിക്കുക. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് തോട്ടിക്ക് ഭാരം എത്രയാണോ ആ ഭാരം കൂടിക്കൊണ്ടിരിക്കുക. അതായത് തോട്ടിയുടെ ഭാരം എത്രയാണോ അതിനനുസരിച്ച് നമുക്കത് നിയന്ത്രിക്കാൻ കഴിയാതെ വരും. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് ആ തോട്ടി ലൈനിൽ തട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ലൈനുള്ള ഭാഗത്തേക്ക് തോട്ടിയുമായി പോകുന്ന സമയത്ത് ഒരു തരത്തിലും നമ്മൾ ഈ ഒരു തോട്ടി നിയന്ത്രണം വിട്ടാൽ പോലും അത് ലൈനിൽ തട്ടില്ല എന്ന് ഉറപ്പുവരുത്തൽ നമ്മൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ രീതിയിലുള്ള ലൈനിന്റെ അടുത്തുകൂടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ തോട്ടിയുമായി പോകുമ്പോൾ, അത് കമ്പിയാണെങ്കിലും പച്ചമുളയാണെങ്കിലും അതുപോലെ തന്നെ നനവുള്ള കമ്പാണെങ്കിലും ഒക്കെ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ തന്നെയാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപകടങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിക്കുക. അതുവരെ ആ ലൈന് താഴ്ന്നു കിടന്നിട്ടോ അതിനിടയ്ക്ക് ചിലപ്പോൾ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ പരാതിപ്പെട്ടവർ ആ പരാതിപ്പെട്ടതോടുകൂടി അത് കഴിഞ്ഞു. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരുപക്ഷെ അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ ഇവര് നടക്കട്ടെ എന്നുള്ള നിലക്ക് അതിനെ അങ്ങ് നിസാരവൽക്കരിച്ചു വിടും. KCB ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് നിസ്സാരവൽക്കരിച്ചു വിടും. പിന്നീട് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിന്റെ അനാസ്ഥയും മറ്റു കേസും ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇതുപോലെയുള്ള അപകടങ്ങൾ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടാൽ, പൊതുജനങ്ങൾ ചെലവ് വഹിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അവർ ചെലവ് വഹിച്ചുകൊണ്ട് അത് അപകടരഹിതമാക്കുകയും, അതല്ല പൊതുജനങ്ങൾക്ക് ചെലവ് വഹിക്കാൻ കഴിയാത്ത രീതിയിലാണെങ്കിൽ അത് അതിന്റെ ഡിപ്പാർട്ട്മെന്റ്, KCBയോ മറ്റ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അതിന്റെ ചെലവ് വഹിച്ചുകൊണ്ട് ആ ഒരു അപകടം ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ മാത്രമേ ഇതുപോലെയുള്ള അപകടങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ അപകടങ്ങൾ നടന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ തടയുകയോ കേസ് കൊടുക്കുകയോ സമരം നടത്തുകയോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അപ്പോഴത്തേക്ക് ഇത്രയും ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ സ്വയം രക്ഷ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു സാധനവുമായി പോകുന്ന സമയത്ത് സ്വയം രക്ഷ ആദ്യം നമ്മൾ കണക്കാക്കണം. നമ്മൾ ഈ തോട്ടിയുമായി പോകുന്ന സമയത്ത് ഒരു തരത്തിലും ഈ തോട്ടി ആ കമ്പിൽ അല്ലെങ്കിൽ ആ ലൈനിൽ എത്തൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതുമായി പോകാൻ പാടുള്ളൂ. രണ്ടാമത്തത്, ഇതേപോലെ ഉള്ള
താഴ്ന്നു കിടക്കുന്ന ലൈനോ അതല്ലെങ്കിൽ അപകടമായി നിൽക്കുന്ന ലൈനുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ KCB ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ, അവർ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവരുടെ ശ്രദ്ധയിലേക്കും ഈ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കാനുള്ളത്. അപ്പൊ ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കയറി കാണണമെന്ന് അറിയിക്കുന്നു. നന്ദി.